തികച്ചും പറയാം, പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കിട്ടുന്ന അവസ്ഥയിലേക്കാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പോക്ക്. മാത്രമല്ല, ഇത്തരം തോന്നിവാസങ്ങൾ നടത്താൻ ഈ പറയുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ, അതായത് ആനയുടെ ശരീരവും 3 വയസ്സുകാരനായ വ്യക്തിയുടെ രാഷ്ട്രീയ ബുദ്ധിയുമുള്ള ഒരു പുട്ടുറുമീസാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ ബി.ജെ.പിയെ നയിക്കുന്നത്. അതും ഈ അങ്കിൾ ബൺ ബി.ജെ.പിയെ തൊലച്ച് കുത്തുപാള എടുപ്പിക്കും എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം എന്താണ് ഇവിടുത്തെ സനാതനികൾ ആഗ്രഹിച്ചത്? ക്രിസ്ത്യൻ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർക്ക് മുസ്ലിങ്ങളെ തല്ലാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരെ അടിക്കാൻ ഒരു ടീമിനെ വേണം. അവരുടെ അകത്തുനിന്ന് അടിക്കാൻ ആരുമില്ല. അപ്പോൾ അവർക്കിത് ആഗോളതരത്തിലുള്ളൊരു ശത്രുതയും കൂടിയാണല്ലോ. അപ്പം നമ്മുടെ ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് പണിയെടുപ്പിക്കുക. പിന്നെ മാത്രമല്ല, ബി.ജെ.പി എന്ന് പറയുന്ന സാധനം ഇയാളുകൂടെ വന്നതിന് ശേഷം, അതായത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി അല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി. നിലമ്പൂരിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ ഹിന്ദു മഹാസഭ എതിർക്കുന്ന ഒരു കാഴ്ചയാണ്. ഹിന്ദു മഹാസഭ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്യുന്നു. ഇത് സംഘപരിവാർ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകില്ലേ? എന്തിനാണ് ബി.ജെ.പി അങ്ങയുടെ സംഘടനയും ഇങ്ങനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് ഒന്ന് വിശദമാക്കാമോ? ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ജോർജിൻ്റെ വിജയസാധ്യത എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് അതൊരു വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ജോർജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം. ജോർജ് എന്ന് പറയുന്നത് ഇപ്പോൾ അരിയാടൻ്റെ മകൻ്റെ ഷൗക്കത്ത്, അദ്ദേഹത്തിൻ്റെ തന്നെ ഈ പറയുന്ന ഇതായിട്ട്, അതായത് ഇലക്ഷൻ്റെ ഇതിൽ ക്യാമ്പയിനിങ്ങിന് പോയിട്ടുള്ള ആളാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു ഹാർഡ് കോർ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഐഡിയോളജി രണ്ടാണ്. എന്താണ് ഗുരുജി പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണോ ഇത് സംഘം പഠിപ്പിച്ചിട്ടുള്ളതോ, ഇതിനെപ്പറ്റി ഒരു സംഘ പാരമ്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വേറെ കുറേ ഗൂഢലക്ഷ്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്. ബി.ജെ.പി എന്ന് പറയുന്നത് തികച്ചും പറയാം, പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കിട്ടുന്ന അവസ്ഥയിലേക്കാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പോക്ക്. മാത്രമല്ല, ഇത്തരം തോന്നിവാസങ്ങൾ നടത്താൻ ഈ പറയുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ, അതായത് ആനയുടെ ശരീരവും 3 വയസ്സുകാരനായ വ്യക്തിയുടെ രാഷ്ട്രീയ ബുദ്ധിയുമുള്ള ഒരു പുട്ടുറുമീസാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ ബി.ജെ.പിയെ നയിക്കുന്നത്. അതും ഈ അങ്കിൾ ബൺ ബി.ജെ.പിയെ തൊലച്ച് കുത്തുപാള എടുപ്പിക്കും എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം എന്താണ് ഇവിടുത്തെ സനാതനികൾ ആഗ്രഹിച്ചത്? ഇപ്പോൾ നമുക്ക് ടി.എൻ. ഭരതേട്ടനെ എടുക്കാം, അതുപോലെ തന്നെ വേണുഗോപാലേട്ടനെ എടുക്കാം. ഇവരെല്ലാവരും ഈ നാട്ടിൽ എങ്ങനെയാണ് ഒരു ബി.ജെ.പി പ്രവർത്തകൻ അല്ലെങ്കിൽ ലോകത്തിൽ എങ്ങനെയാണ് അവൻ പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്ത് അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ സ്വഭാവശുദ്ധിയും ജനങ്ങളോടുള്ള അവരുടെ പെരുമാറ്റവും സനാതനധർമ്മത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന മനോഭാവവും ഇതെല്ലാം അവരിലൂടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഭരതേട്ടൻ്റെ മകൻ ദുർഗാദാസിനെ അതിക്രൂരമായി ഇവിടുത്തെ SFIക്കാർ കൊല്ലുമ്പോൾ ആ വേദനയിൽ ഇവിടുത്തെ ആൾക്കാർ ഈ ദുർഗാദാസ് എന്നുള്ള പേര് തങ്ങളുടെ കുട്ടിക്കിട്ട് മാതൃക കാണിച്ചൊരു വ്യക്തി കൂടിയാണ് ശിശുപാലൻ എന്ന് പറയുന്ന അദ്ദേഹം പോലും. അപ്പോൾ ശിശുപാലൻജിയൊക്കെ അങ്ങനെ കാണിച്ചത് ഇവിടുത്തെ ഈ മലബാർ ഏരിയ, പ്രത്യേകിച്ച് ഈ നിലമ്പൂർക്കാരത് റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളെ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ് ആയിട്ട് എപ്പോഴും അവർക്ക് അതുപോലൊരു ക്വാളിറ്റി ഉള്ള ഒരാൾ തന്നെ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമുണ്ട്. അത്രയും ക്വാളിറ്റി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവച്ചിരിക്കുന്ന ആൾക്ക് ഉണ്ടോ? മാത്രമല്ല, ഈ പറയുന്ന CJP ആയിട്ട് ബിസിനസ് ജനതാ പാർട്ടി CJPയും കൂടെ ആക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് ജനതാ പാർട്ടി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ ജനതാ പാർട്ടിയായിട്ട് ഈ ബി.ജെ.പിയിൽ എല്ലാവരെയും കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? നമുക്ക് അയൽവക്കക്കാരനെ സഹായിക്കണമെങ്കിൽ നമ്മുടെ ഭാര്യയുടെ കൂട്ടത്തിൽ അയൽവക്കക്കാരനെ പിടിച്ച് കിടത്തിയിട്ടേ സഹായിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പെണ്ണിനെ അവിടെ സംബന്ധം ചെയ്ത് കൊടുത്തിട്ടേ സഹായിക്കാൻ പറ്റൂ. ഇതെന്ത് ന്യായമാണിത്? അപ്പോൾ ഇത് ബി.ജെ.പി, അതായത് ഇപ്പോൾ ഇത് ചില ആൾക്കാർക്ക്, അതായത് ക്രിസ്ത്യൻ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർക്ക് മുസ്ലിങ്ങളെ തല്ലാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരെ അടിക്കാൻ ഒരു ടീമിനെ വേണം. അവരുടെ അകത്തുനിന്ന് അടിക്കാൻ ആരുമില്ല. അപ്പോൾ അവർക്കിത് ആഗോളതരത്തിലുള്ളൊരു ശത്രുതയും കൂടിയാണല്ലോ. അപ്പം നമ്മുടെ ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് പണിയെടുപ്പിക്കുക. പിന്നെ മാത്രമല്ല, ബി.ജെ.പി എന്ന് പറയുന്ന സാധനം ഇയാളുകൂടെ വന്നതിന് ശേഷം, അതായത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി അല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി.
അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി രീതിയിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കമ്പനി രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമ്മളിത് വളരെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ ജനവികാരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഒരിക്കലും ഒരു ജോർജിന് ഒരു വിജയസാധ്യത ഉണ്ടാവില്ല.